ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെയാണ്. നല്ല മഴയാണ് മക്കളെ. ഇന്ന് രാവിലെ തന്നെ എണീറ്റ സമയത്ത് തന്നെ നല്ല മഴയാണ് കേട്ടോ. പെരും മഴയുള്ളൊരു ദിവസം. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. ഇവിടെ പിന്നെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതറിയില്ല. എന്താണെങ്കിലും നല്ല മഴയായതുകൊണ്ട് ചിലപ്പോൾ മഴയാവുമ്പോൾ ലീവ് വെക്കാമല്ലോ അല്ലേ, ഉണ്ടാവില്ലല്ലോ, സ്കൂളൊന്നും ഉണ്ടാവില്ലല്ലോ, മദ്രസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല പെരുമഴ കാരണം പെരുമഴ. രാവിലെ ഈ സമയം 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സമയം അങ്ങനെ കിടന്നു. പിന്നെ നോക്കിയപ്പോൾ സമയം 7:30 7:45 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടായിട്ട് അറിയണില്ല സമയം എത്ര ആയിക്കണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം വന്നിട്ട് ചായയും കടിയൊക്കെ ഉണ്ടാക്കണ ഒരു തിരക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും കറണ്ടൊന്നും പോയിട്ടില്ല. ചിലപ്പോൾ ഇങ്ങനെ മഴയാകുമ്പോൾ രാവിലെ കറണ്ട് തന്നെ ഉണ്ടാവില്ല. നമുക്ക് വെള്ളമടിക്കാൻ, പിന്നെ അതേപോലെ അരി അരക്കാനുണ്ടെങ്കിൽ തേങ്ങ അരക്കാൻ, ഇതിനൊക്കെ രാവിലെ കറണ്ട് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണല്ലോ അല്ലേ. അപ്പോൾ കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ കിച്ചൺ നോക്കി, നിങ്ങൾ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. രാത്രിയിൽ എല്ലാ പണിയും തീർത്തിട്ട് കിച്ചൺ വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കിടക്കൽ. ഇന്നലെ രാത്രി അങ്ങനെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ രാത്രിയിൽ എന്തെട്ടിക്കണ്, എല്ലാവരും ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിക്കണം കേട്ടോ. അപ്പോൾ ന്യൂഡിൽസ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിരിക്കുകയാണ്. എല്ലാ പാത്രങ്ങളും വലിച്ചു വാരിയിട്ട് ഫുള്ള് സാധനങ്ങളോട് വാരിയിട്ടിട്ടാണ് കേട്ടോ. ആകെ കണ്ട് അലങ്കോലാക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂഡിൽസ് ഉണ്ടാക്കണേ അത് മുറിച്ചിട്ടില്ല. കത്തിയും കത്രികയും അതേപോലെ ഉണ്ടാക്കിയ പാത്രങ്ങളും അതും ഇതും മസാലപ്പൊടികളും എല്ലാം ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. ഓല് ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ഫുള്ള് സാധനങ്ങളും അവിടെ ഇട്ടിട്ട് ഓലാണ് കിടന്നിക്കണം. മസാലപ്പൊടിയുടെ ഇതും എല്ലാം ഇട്ടിട്ടോ കിടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കിച്ചണിൽ വന്നപ്പോൾ തന്നെ ഒന്ന് ഭയങ്കര ദേഷ്യം. നേരെ വൈകിട്ടാണ് വന്നതെങ്കിലും ഇതുപോലെ നമുക്ക് കണ്ടാലൊരു വൃത്തികേടാണ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണില്ല. പിന്നെ വിചാരിച്ചു 2 ദിവസമായല്ലോ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇന്നലെ രാത്രി ഞാൻ ദോശക്ക് അരിമാവ് കൂട്ടിച്ചതായിരുന്നു കേട്ടോ. അരച്ചിട്ട് ഒരുപാട് വൈകിട്ടാണ് കൂട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല മഴയും തണുപ്പല്ലേ, പഴയ പോലെ അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല മാവ്. ഇപ്പോൾ തണുപ്പാകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, ഈ മഴയും തണുപ്പും എല്ലാം കൂടായിട്ട്. പിന്നെ ഇവിടേക്ക് നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗ്രില്ലായത് കാരണം ഈ തണുപ്പടിച്ചിട്ടാണ് ഇരിക്കുക. ഞാൻ റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവിടെ കിടന്നിട്ടൊന്ന് പൊങ്ങി എനിക്ക് തോന്നി. സമയം വൈകിട്ട് 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അരച്ച് വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നത് കിടക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ അത് പൊങ്ങോന്നില്ല വലിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും കുറച്ചൊന്ന് പൊങ്ങിക്കണേ, ഒരുപാട് പൊങ്ങി പാത്രം നിറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുക്കർ ചൂടാക്കിയിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ഇറക്കി വെച്ച് നോക്കി. ഒന്നുകൂടെ ഒന്ന് ശരിയായി വരട്ടെ. ദോശക്ക് നല്ലൊരു ശരിക്കും സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണമല്ലോ അല്ലേ, അതൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ശേഷം കൽച്ചായ കൊണ്ടിറക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ എടുത്തു വെച്ച് ഇനിയിപ്പോൾ വിചാരിച്ച് ഇഡ്ഡലി ആക്കാം, ദോശ ആവണ്ട ഇഡ്ഡലി ആക്കാൻ വിചാരിച്ച് അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിക്ക് കറി എന്ന് പറഞ്ഞാൽ ചട്നിയാണ്. ഞാൻ എന്നും പറയുന്ന പോലെ ചട്നി കറി ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. ചട്നി ഉണ്ടെങ്കിൽ വേറെ ഒരു തക്കാളി ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. വെറും ചട്നി ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദോശ ഇഡ്ഡലിയും കഴിക്കാൻ വലിയ ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വേണ്ടവരൊക്കെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കും, വല്ലാതെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ വിശേഷം കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് ഇഡ്ഡലി കുഴപ്പമില്ലാതെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ആകുമ്പോൾ ദോശനേക്കായി ഒന്നുകൂടെ ശരിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ ഞാൻ ദോശക്ക് മാവ് കൂട്ടി വെച്ചത് അങ്ങനെ ഇഡ്ഡലി ആക്കിയത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും എടുക്കട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നാലും നല്ല ഒരു എന്താ പറയുക പശയുള്ളൊരു അരിയാണ് കേട്ടോ. ഇന്നലെ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നതായിരുന്നു. നല്ല ഞാൻ ആദ്യമായിട്ട് എടുത്ത് നോക്കുകയാണ്. നല്ല പശയുള്ള അരിയായിരുന്നു, ഒട്ടി പിടിക്കുന്ന ഒരു അരിയായിരുന്നു. അത് ദോശക്ക് ഇഡലിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചൂട് പോകുന്നതിന് മുമ്പായി തന്നെ എടുക്കുകയല്ലേ. പിന്നെ വീഡിയോയിലും കാണിക്കാനും കൂടി ആകുമ്പോൾ അപ്പം തന്നെ എടുക്കും. കുറച്ച് സമയം നമ്മൾ വെക്കൂലല്ലോ. അങ്ങനെയും കൂടി ആയിട്ടാണ് കുറച്ച് ഒട്ടിപ്പെടുത്തും. എന്നാലും നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും ചോദിക്കലുണ്ടായിരുന്നു എൻ്റെ ഇഡലി പാത്രത്തിൽ നിന്ന് എത്ര പെട്ടെന്ന് അത് കിട്ടുമോ എന്നുള്ളത്. നല്ല സുഖമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതിങ്ങനെ കുറച്ചൊരു പശയുള്ള പൊടിയാ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടാൻ കുറച്ചൊരു പ്രയാസം. മറ്റേ നല്ല പഞ്ഞി പോലെ പൊങ്ങി ഇങ്ങോട്ട് പോരും. നല്ല സുഖമായിരുന്നു ഇഡലി എടുക്കാൻ. ഏതാണെങ്കിലും അടിയത്തെ തട്ടത്ത് എടുത്തിട്ട് ഞാൻ
അതെടുത്ത് വെച്ചിക്കണ്. അപ്പം ഇനി അതൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതെടുക്കും അപ്പത്തിന് ഇതൊന്ന് ചൂടും പോട്ടെ എന്ന് വിചാരിച്ചു, അതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. രാവിലെ സമയം ഒരുപാടായതൊന്നും അറിഞ്ഞിട്ടുണ്ടെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മഴയായത് കാരണേ എത്ര ഒരു 6 മണിൻ്റെ ഫീലാണ് കേട്ടോ. സമയം 8 മണിയൊക്കെ ആയപ്പോഴും ഭയങ്കര ഇരുട്ട്. അങ്ങനെ ഇരുന്നു ഒന്ന് ഇവിടെ. എല്ലായിടത്തും ഈ മഴ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് അങ്ങനെ മഴ ആണെങ്കിലും വെള്ളത്തിൻ്റെ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഈ ഭാഗത്തേക്ക് ഇല്ല കേട്ടോ. പുഴയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും പുഴക്ക് കുറച്ചാണ് പോകണം. അടുത്തൊന്നും പുഴ തോട് ഇങ്ങനെയൊന്നുമില്ല. അടിഭാഗത്ത് പാടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരു കുന്നും ചെരിവും അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ നമ്മുടെ ഈ വീട് നിൽക്കുന്ന സ്ഥലം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. മെയിൻ റോഡിൻ്റെ വക്ക് അങ്ങനെയൊന്നുമില്ല, റോഡുണ്ട് കുറച്ച് മുകളിലായിട്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ വലിയൊരു ഇതൊന്നുമില്ല. മഴയൊക്കെ പെയ്താലും വെള്ളമൊക്കെ അങ്ങോട്ട് കുത്തനത്തെ ഭാഗമായിട്ട് ഒലിച്ചോണ്ട് പോവും. അതുകൊണ്ട് വെള്ളം നിൽക്കുകയെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഈ ഭാഗത്തേക്ക് ഇല്ല കേട്ടോ. ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇല്ലാതൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. എന്താണെങ്കിലും അല്ലേ, മഴ കൂടിയാലും നമുക്ക് പ്രശ്നമാണ്. മഴ ഇല്ലെങ്കിലോ മഴ ഒന്ന് പെയ്ത് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോഴേ ആകെ കൂടെ ചൂടെടുത്തിട്ട് ആകെ പൊരിഞ്ഞിട്ടുണ്ടാവും. ഒരു മഴ ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് ഇന്നൊരു മഴയോ നാളെ പെയ്യോ അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥക്കാരം ഇവിടെ. വെയിലൊക്കെ ആയ ഭയങ്കര ചൂടാണ് ഇവിടേക്ക്. അങ്ങനെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ റൂമിൽ കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴയാകുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പറയുമല്ലോ അല്ലേ. എന്താണെങ്കിലും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആയിക്കെട്ടിട്ടല്ലേ. അങ്ങനെ ഇതാ ഫസ്റ്റ് ട്രിപ്പൊക്കെ ഞാനിതാ ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒഴിച്ചവിടെ വെക്കണം കേട്ടോ. അപ്പം കറി ഇന്ന് ചട്ടിനി തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളുടെ വീട്ടിൽ കൊടുന്ന് വെച്ചത് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെ തേങ്ങ അരച്ചിട്ട് ചട്ടിനിയൊക്കെ ഇവിടെ ഞാൻ ആദ്യം തന്നെ ചായ ഉണ്ടാക്കി വെച്ചേക്കന്നെ റെഡി ആക്കി എടുത്തു. പിന്നെ അങ്ങനെ കടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ആരെങ്കിലും പെട്ടെന്ന് ചായ എന്നും പറഞ്ഞിട്ട് വന്നാൽ പിന്നെ കറി ഉണ്ടാക്കട്ടെ നിൽക്കാനുള്ള രാവിലെ സമയം ഉണ്ടാവില്ല. സമയം ഒരുപാടാവും ചെയ്തിന് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ അടുത്തവിടെ സിങ്കിലിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിയെടുക്കണം. നമ്മളെ ഇഡ്ഡലിയൊക്കെ കണ്ടൊക്കെ നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. കുറച്ച് പശയുള്ള ഒരു അരിയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ഇനിയിപ്പോൾ എന്താണെങ്കിലും ചട്നി ആയതുകൊണ്ട് കഴിക്കാം. അത്ര വലിയൊരു ഇഷ്ടമാണെന്ന് ഞാൻ പറയില്ല. അവർക്ക് ചട്നി കറി ആകുമ്പോൾ പിന്നെ അങ്ങനെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പം ഇന്ന് ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ അപ്പോഴൊക്കെയാണ് ചായ